ഇന്ത്യയിലെ ഒരു മതതീവ്രവാദിയെ സാക്ഷാൽ നെൽസൺ മണ്ടേലയോട് ഉപമിക്കാൻ ആർക്കാണ് സാധിക്കുക? ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താൻ നടക്കുന്ന മതമൗലികവാദ ശക്തികൾക്ക് മാത്രം. അമേരിക്കയിൽ ഇരുന്ന് ഉമർ ഖാലിദിനെ വെള്ളപൂശാൻ ശ്രമിക്കുന്ന ഈ പുതിയ നീക്കം പക്ഷേ ഇന്ത്യയിൽ നരേന്ദ്രമോദി സർക്കാരിന് കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. രാജ്യവിരുദ്ധരെ പിന്തുണയ്ക്കുന്ന ആഗോള നെറ്റ്വർക്ക് ഏതാണെന്നും അവർ തമ്മിലുള്ള വർഗസ്നേഹം എന്താണെന്നും അവർ തന്നെ ഇപ്പോൾ ലോകത്തോട് വിളിച്ചു പറയുകയാണ്. ന്യൂയോർക്ക് സിറ്റി മേയറും അമേരിക്കൻ ജനപ്രതിനിധിയുമായിട്ടുള്ള സൊഹ്റാൻ മംദാനിയാണ് ഉമർ ഖാലിദിനെ പുതിയ വിശുദ്ധനായി പ്രഖ്യാപിച്ച് രംഗത്ത് വന്നിരിക്കുന്നത്. നെൽസൺ മണ്ടേല ഫൗണ്ടേഷനിൽ നടത്തിയ പ്രസംഗത്തിലാണ് ഉമർ ഖാലിദ് ഒരു രാഷ്ട്രീയ തടവുകാരനാണെന്നും മണ്ടേലയ്ക്കെതിരെ ചുമത്തിയതുപോലുള്ള കെട്ടിച്ചമച്ച കുറ്റങ്ങളാണ് ഖാലിദിനെതിരെ ഉള്ളതെന്നും മംദാനി പറഞ്ഞത്. മാഡിബ എന്ന് വിളിക്കുന്ന മണ്ടേല ലോകത്തിന് നൽകിയ ഐക്യദാർഢ്യം പോലെ എത്രയും പെട്ടെന്ന് ഉമർ ഖാലിദിന് എല്ലാവരും പിന്തുണ നൽകണമെന്നും ഈ അമേരിക്കൻ നേതാവ് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ആരാണ് സൊഹ്റാൻ മംദാനി എന്നും ആരാണ് ഉമർ ഖാലിദ് എന്നും അറിയുമ്പോഴാണ് ഇതിന് പിന്നിലെ യഥാർത്ഥ അജണ്ട വ്യക്തമാകുക. 2020 രാജ്യതലസ്ഥാനത്ത് നടന്ന ഭയാനകമായിട്ടുള്ള ഡൽഹി കലാപത്തിൽ ഗൂഢാലോചന കുറ്റം ചുമത്തി UAPA പ്രകാരം അറസ്റ്റിലായ തീവ്ര ഇസ്ലാമിസ്റ്റാണ് ഉമർ ഖാലിദ്. ജാമ്യാപേക്ഷകൾ കോടതികൾ പലതവണ തള്ളിക്കളഞ്ഞ ഇയാൾ 5 വർഷത്തിലേറെയായി ജയിലിലാണ്. മറുവശത്ത് മംദാനിയാകട്ടെ പുരോഗമനവാദി എന്ന മുഖം മൂടി വെച്ച് കടുത്ത ഇന്ത്യ വിരുദ്ധ നിലപാടുകളും മതമൗലികവാദ അജണ്ടകളും അമേരിക്കയിൽ നിരന്തരം പ്രോത്സാഹിപ്പിക്കുന്ന വ്യക്തിയും. ഇവിടെയാണ് ഇവരുടെ അവിശുദ്ധ കൂട്ടുകെട്ട് കൃത്യമായി പ്രവർത്തിക്കുന്നത്. മനുഷ്യാവകാശത്തിന്റെ പേരിലല്ല, മറിച്ച് ഒരേ തീവ്ര ചിന്താഗതികൾ പങ്കിടുന്ന അവർ തമ്മിലുള്ള ഐക്യദാർഢ്യമാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഉമർ ഖാലിദിനെ ഒരു പാവം വിദ്യാർത്ഥിയാക്കി മാറ്റാൻ ഇന്ത്യയിലെ ചിലർ ശ്രമിക്കുമ്പോഴാണ് അന്താരാഷ്ട്ര തലത്തിലുള്ള മതമൗലികവാദികൾ അയാൾക്ക് പിന്തുണയുമായി എത്തുന്നത്. ഇതോടെ ഇന്ത്യയെ തകർക്കാൻ ശ്രമിക്കുന്ന ഒരു വലിയ ടൂൾ കിറ്റ് പ്രവർത്തിക്കുന്നുണ്ടെന്ന വിദേശ ടൂൾ കിറ്റ് പ്രവർത്തിക്കുന്നുണ്ടെന്ന നരേന്ദ്രമോദി സർക്കാരിന്റെ വാദങ്ങൾക്ക് അടിവരയിടുകയാണ് ഈ വിദേശ ഇടപെടൽ. സത്യത്തിൽ ഇത്തരം പ്രസ്താവനകൾ രാജ്യവിരുദ്ധ ശക്തികളെ കൂടുതൽ തുറന്നു കാട്ടാൻ കേന്ദ്ര സർക്കാരിനെ സഹായിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഒരു വിദേശ രാജ്യത്തിലിരുന്ന് ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാനും കോടതികൾക്ക് മുന്നിലുള്ള ഒരു കേസിനെ സ്വാധീനിക്കാനും ശ്രമിക്കുന്നത് ഇവിടുത്തെ ജനങ്ങൾ കൃത്യമായി തിരിച്ചറിയുന്നുണ്ട്. വിദേശത്തെ ഫൗണ്ടേഷനുകളിൽ പോയി ആരൊക്കെ എത്രയൊക്കെ വെള്ളപൂശിയാലും ഇത്തരം ശക്തികളുടെ കാപ്പട്യങ്ങൾ ഇന്ത്യയിലെ നിയമ സംവിധാനങ്ങൾക്ക് മുന്നിൽ ഇനി വില പോവില്ല എന്നതാണ് യാഥാർത്ഥ്യം. മിസ്റ്റർ